ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇതൾ ശർക്കരപ്പെട്ടിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. റേഷൻ പുഴുങ്ങലരി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇതൾ ശർക്കരപ്പെട്ടി റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ട അരി ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ 1 കപ്പ് അളവിൽ റേഷൻ പുഴുങ്ങലരി, നമ്മൾ ചോറെല്ലാം വെക്കുന്ന അരി ഉണ്ടല്ലോ, അത് 1 കപ്പ് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 6-7 മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുക. ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തിട്ടെടുക്കുക. ശേഷം നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ അരയ്ക്കാനായിട്ട് നമ്മൾ മിക്സിയിലെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഒരു 1/4 ഭാഗത്തോളം അരി ഇട്ട് കൊടുക്കുകയാണ്. കൂടെ ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ്. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മുടെ അരി തീരുന്നത് വരെ നന്നായിട്ട് അരച്ച് ഇതുപോലെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും 1-2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പത്തിരിക്കും ഇടിയപ്പത്തിനെല്ലാം യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/4 ഭാഗത്തോളം ആദ്യം എടുത്തിട്ടൊന്ന് കുഴച്ച് നോക്കി. എന്നിട്ട് വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരല്പം കൂടെ ചേർക്കുക. നമ്മളിപ്പോൾ 2 പ്രാവശ്യം അരിപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി നോക്കുക. ഇതുപോലെ വെള്ളം കറക്റ്റായി വരുന്നത് വരെ അരിപ്പൊടി ചേർക്കുക. ഇപ്പോൾ വെള്ളം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുഴയ്ക്കുക. ഒരുപാട് സമയം കുഴയ്ക്കേണ്ട. ചെറുതായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാനിൽ നമ്മൾ 6 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുക. ഈ സമയം നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് ശർക്കര നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തേങ്ങ ഇതുപോലെ ചിരകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. നന്നായിട്ട് വറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നെയ്യ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ഇതൾ ശർക്കരപ്പെട്ടി റെഡിയാക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇതൾ പത്തിരി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. അതിലൊരല്പം വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുള എടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നമ്മളിതൊന്ന് പരത്തിയെടുക്കുകയാണ്. കുറച്ച് കട്ടിയിലാണ് പരത്തിയെടുക്കുന്നത്, ഒരുപാട് തിന്നാക്കി എടുക്കേണ്ട. ഈ ഒരു കട്ടിയിൽ പരത്തിയെടുത്തതിന് ശേഷം വാഴയിലോട് കൂടി തന്നെ നമ്മളിത് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. സ്റ്റീമറിലേക്കോ അല്ലെങ്കിൽ ഇഡലിത്തട്ടിലേക്കോ വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ ആവിയിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റീമറിലേക്ക് പത്തിരി വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരയുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിൽ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുന്ന സമയത്ത് സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി അടുത്ത പത്തിരി കൂടെ പരത്തിയെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ശേഷം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുള എടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം വാഴയിലയിൽ നിന്നും പതിയെ നമ്മളിതൊന്ന് റിമൂവ് ആക്കിയിട്ട് അതിന് മുകളിലായിട്ട് അടുത്ത പത്തിരി വെച്ച് കൊടുക്കുകയാണ്. വെച്ചതിന് ശേഷം സൈഡെല്ലാം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഇനി വീണ്ടും ശർക്കരയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ശർക്കരയുടെ ഫില്ലിങ് വെക്കുന്ന സമയത്ത് സൈഡ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും ഇതൾ പത്തിരി വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ശർക്കരയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഓരോന്ന് വെക്കുമ്പോഴും സൈഡ് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഈ ഒരു രീതിയിൽ നമ്മുടെ ശർക്കരയുടെ ഫില്ലിങ്ങും അതുപോലെ തന്നെ ഇതൾ പത്തിരിയും തീരുന്നത് വരെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. എത്രയാണോ ലെയർ നമുക്ക് കിട്ടുക അത്രയ്ക്കും ലെയർ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുക. ഫുള്ളായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം സൈഡ് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ആദ്യം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുകയാണ്. കൈ വെച്ചിട്ട് ഫുള്ളായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് പ്രസ് ചെയ്താൽ കാണുമ്പോൾ നല്ലൊരു ഭംഗി ആയിരിക്കും. അതുപോലെ തന്നെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. ഇതാ കണ്ടില്ല, ഈ ഒരു രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്യുക. ഇനി ഇതിൽ സ്റ്റീമൊക്കെ നന്നായിട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പപ്പടക്കോൽ വെച്ചിട്ട് മുകളിൽ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ തന്നെ ഇത് വേവിക്കാനായിട്ട് സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തട്ട് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അടപ്പ് വെച്ച് കൊടുക്കുകയാണ്. അടപ്പ് വെക്കുന്നതിന് മുകളിലായിട്ട് വാഴയില വെക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഇനി നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു 40-45 മിനിറ്റ് വേവിക്കുകയാണ്. 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീമർ തുറന്ന് ആദ്യം നമുക്ക് വാഴയില എടുത്ത് മാറ്റാം.
ഇതാ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പതിയെ എടുത്ത് മാറ്റാം. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം സ്റ്റീമറിൽ നിന്നും എടുത്ത് മാറ്റാം. ഇത് ഒരുപാട് ലെയറോട് കൂടിയിട്ടാണ് ഉണ്ടാവുക. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എത്രത്തോളം ജ്യൂസി ആൻഡ് ടേസ്റ്റി ആണെന്ന്. അപ്പോൾ നമ്മുടെ ജ്യൂസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഇതൾ ശർക്കരപ്പെട്ടി റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. വീഡിയോ കണ്ടിഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പിക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.